ഇന്നത്തെ IPL മത്സരത്തിൽ രാജസ്ഥാനും ഡൽഹിയുമാണ് നേർക്കുനേർ വന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത് രാജസ്ഥാനായിരുന്നു. അവർക്ക് മോശം തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. രണ്ടാം ഓവറിൽ തന്നെ ജയ്സ്വാൾ ഔട്ടായി മടങ്ങി. പിന്നീട് വന്നത് സഞ്ജു സാംസൺ ആയിരുന്നു. സഞ്ജു വന്നതും പോയതും വേഗത്തിലായിരുന്നു. ഇതോടുകൂടി രാജസ്ഥാൻ ഒന്ന് അടിപതറി. 36 റൺസിൽ 3 വിക്കറ്റ് രാജസ്ഥാന്റെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട്ലറും പെട്ടെന്ന് ഔട്ടായി. ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 8 ഓവറിൽ രാജസ്ഥാന് 30 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജസ്ഥാൻ 150 പോലും എത്തുമോ എന്ന് സംശയിച്ചിരുന്നു. ഈ സമയത്താണ് റിയാൻ പരാഗ് കളിക്കളത്തിലേക്ക് എത്തിയത്. പരാഗും അശ്വിനും കൂടി രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. അശ്വിൻ ഇന്ന് 3 സിക്സറുകൾ പറത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം 29 റൺസിൽ അശ്വിൻ ഔട്ടായി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ റിയാൻ പരാഗ് ഒരുക്കമല്ലായിരുന്നു. പരാഗ് ഒറ്റയ്ക്ക് നിന്ന് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പരാഗ് ഇന്ന് പുറത്തെടുത്തത്. സിക്സറുകളും ഫോറുകളും പരാഗ് സ്റ്റേഡിയത്തിന്റെ 4 ഭാഗത്തേക്കും പായിക്കാൻ തുടങ്ങി. അങ്ങനെ 84 റൺസാണ് പരാഗ് അടിച്ചുകൂട്ടിയത്. താരം ഇന്ന് നോട്ട് ഔട്ടായിരുന്നു. രാജസ്ഥാന്റെ നട്ടലായതും പരാഗ് തന്നെയായിരുന്നു. 18 ഓവറിൽ 150 താഴെയായിരുന്നു രാജസ്ഥാന്റെ സ്കോർ. എന്നാൽ ലാസ്റ്റ് ഓവറിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് റിയാൻ പരാഗ് പുറത്തെടുത്തത്. ഇതോടുകൂടി രാജസ്ഥാൻ 20 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 155 എന്ന കൂറ്റൻ ടാർഗറ്റാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഡൽഹി സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ഡേവിഡ് വാർണർ ഓപ്പണിംഗിൽ അടിച്ചു തകർത്തു. എങ്കിലും അവരുടെ വിക്കറ്റുകൾ പോകുന്നുണ്ടായിരുന്നു. ശേഷം ഋഷഭ് പന്തിനെ കൂട്ടുപിടിച്ച് ഡേവിഡ് വാർണർ രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ പിന്നീട് 97 റൺസ് നിൽക്കെ വാർണർ ഔട്ടായി മടങ്ങി. ഇത് ഡൽഹിക്ക് തിരിച്ചടിയായിരുന്നു. പിന്നീട് ഋഷഭ് പന്തിലായിരുന്നു ഡൽഹിയുടെ പ്രതീക്ഷ. എന്നാൽ 28 റൺസിൽ ഋഷഭ് പന്തും ഔട്ടായി. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.